തെലങ്കാനയിൽ വറങ്കലിനടുത്ത പാലംപേട്ട് ഗ്രാമത്തിലെ രാമപ്പ ക്ഷേത്രം ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവ ക്ഷേത്രമാണ്. രുദ്രേശ്വര ക്ഷേത്രം എന്നാണ് യഥാർത്ഥ പേര്. 13-ാം നൂറ്റാണ്ടിൽ കാകതീയ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശിവക്ഷേത്രം യുനെസ്കോ ലോക പൈതൃക ലിസ്റ്റിൽപ്പെട്ടതാണ്. 6 അടി ഉയരമുള്ള നക്ഷത്രാകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മവും സങ്കീർണവുമായ ഗ്രാനൈറ്റ് കൊത്തുപണികൾ, അഞ്ജനശിലയിലെ ബീമുകൾ, തൂണുകൾ, ഭാരം കുറഞ്ഞതും സുഷിരങ്ങളുള്ളതുമായ പൊങ്ങിക്കിടക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര എന്നിവ ഉൾക്കൊള്ളുന്ന വാസ്തുവിദ്യാ വൈഭവത്തിന് ഇത് പ്രശസ്തമാണ്. മറ്റു പല ക്ഷേത്രങ്ങളിലും എന്ന പോലെ രതിശില്പങ്ങളും ഇവിടെ ക്ഷേത്ര ചുവരുകളിൽ കാണാം. നർത്തകിമാരും വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരും ബോധിസത്വനും ചൈനീസ് സഞ്ചാരിയുമൊക്കെ കൊത്തുപണികളിലുണ്ട്. നാഗിനി, നർത്തകി, മദനിക, ഗോപിക വസ്ത്രാപഹരണം തുടങ്ങി നിരവധി ശില്പങ്ങൾ കാണാം. ദ്വാരപാലകരിൽ ഒരാൾ ഭക്തർക്ക് സ്വാഗതം പറയുമ്പോൾ മറ്റേയാൾ അനുഗ്രഹവും പ്രസാദവും ചൊരിയുന്നു. ക്ഷേത്രത്തിലെ തൂണുകളിലും ശില്പങ്ങളിലും തട്ടുമ്പോൾ സംഗീത ശബ്ദം കേൾക്കുന്ന വിധമാണ് നിർമ്മിതി. ഒരു തൂണിലുള്ള ശ്രീകൃഷ്ണന്റെ ശില്പത്തിൽ പതുക്കെ തട്ടിയാൽ സപ്തസ്വരങ്ങൾ കേൾക്കാം. ഭാവനാസമ്പന്നമായ ശില്പവൈഭവമാണ് രാമപ്പ ക്ഷേത്രത്തിൽ. സാൻഡ് ബോക്സ് ടെക്നിക് ഉപയോഗിച്ചാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഭൂകമ്പമുണ്ടായാൽ കുഷൻ പോലെ പ്രവർത്തിക്കുന്നു. എന്നിട്ടും ക്ഷേത്രത്തറയുടെ ഒരു ഭാഗം മുമ്പെപ്പോഴോ താഴോട്ടിരുന്ന് സ്ഥാനഭ്രംശം സംഭവിച്ച നിലയിലാണ്. ക്ഷേത്രത്തിന്റെ ശിഖരം ഭാരം കുറവുള്ള ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇത് മരപ്പൊടിയും മറ്റു നാരുകൾ അടങ്ങിയ വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ചതാണത്രേ. 13-ാം നൂറ്റാണ്ടിൽ തന്നെ കാകതീയർ നിർമ്മിച്ച വിശാലമായ രാമപ്പ തടാകവും ക്ഷേത്രത്തിനടുത്താണ്.